പലരും വിചാരിച്ചിരുന്നത് ഇപ്പോഴും സീക്രട്ട് ഏജന്റും അഖിൽ വാര്യരും തമ്മിൽ വഴക്കിലാണെന്നാണ്. അല്ല, എന്താ പറയുക, ഈ കണ്ടന്റുകൾ കാണുന്ന ആളുകളുടെ വിചാരം സോഷ്യൽ മീഡിയയിൽ ആ കാണുന്നതാണ് റിയാലിറ്റി എന്ന്. അങ്ങനെയല്ല. അപ്പൊ ഞാൻ എത്രയോ പേരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്പോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇപ്പോ യു ഫീൽ ലൈക്ക് എന്താ പറയാ മോശമായി പോയി, അപ്പൊ എന്തായാലും ഓബിയസ്ലി എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. ഞാൻ അന്ന് വീണേനോട് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതവിടെ തീർന്നു. ഇനിയിപ്പോൾ എനിക്കൊരു അപ്പോളജി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയും, റെഡിയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാനായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകളല്ല, എൻ്റെ പെർസ്പെക്റ്റീവ് പറയാണ്. അത് ബാക്കിയുള്ളവരുടെ കണ്ടന്റുകളിൽ നിന്ന് സ്കാവൻ ചെയ്തിട്ടാണ്. സോ ഞാൻ എപ്പോഴും ആ ഒരു ലെവലിൽ നിൽക്കണം. ഞാൻ ഒരിക്കലും പോയിട്ട് ഞാൻ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ താഴേണ്ട അടുത്ത് നമ്മൾ താഴണം, പറയേണ്ട അടുത്ത കാര്യങ്ങൾ പറയണം. ഈവൻ ഇപ്പോൾ നമ്മളാ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം വിളിക്കാൻ കാര്യം എന്താ, എനിക്ക് പൊതുവെ ആരെയും അങ്ങനെ ഞാൻ കണ്ടാന്നറിയോ, ഞാനും നിങ്ങൾ ഒരേ ആ ഒരു നല്ലൊരു ക്രിക്കറ്ററാണ്. ഞങ്ങളെ രണ്ടുപേരെയും ഇപ്പൊ ഓരോരുത്തരും അടുപ്പിക്കുന്നതിന് ചില ഘടകങ്ങളുണ്ട്. സായി നല്ലൊരു ക്രിക്കറ്ററാണ്, ഈവൻ ഞാനും ക്രിക്കറ്റ് ഭയങ്കര ക്രിക്കറ്ററാണെന്ന് പറയുന്നില്ല, ആ ഒരു സമയത്ത് ആയിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങളെ അടുപ്പിക്കുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ അത് ക്ഷീച്ചോണ്ട് ഞാൻ തമ്മിൽ എടുക്കാൻ കാരണം സിനിമയാണ് തുടക്കത്തിൽ. പിന്നീട് അത് നല്ല സൗഹൃദമായിട്ട് വന്നു. അപ്പൊ സായിയായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. ഞാൻ സായിയെ വിളിച്ചു, അശ്വന്തിനെ വിളിച്ചു. ഇങ്ങനെ ബിഗ് ബോസ് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ 2-3-4 വീഡിയോസ് ഇട്ടു. അപ്പൊ എനിക്കത് പറയണം, ഇപ്പൊ വിമർശിക്കണം എന്ന് എനിക്ക് ഉറപ്പിച്ച കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ റോങ് ആണ് ചെയ്യണതെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി തോന്നി ഞാൻ റോങ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടും ഞാൻ ആ കേസും പറഞ്ഞു, കാറിൽ സൺറൂഫിൽ പോയ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയും. അത് നീ പറഞ്ഞല്ലോ. പക്ഷെ ജോസിലാട്ടിന് മറ്റേ എന്നെ ഫേമസ് ആക്കാത്ത കൂടെ അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. ആ സായി ഏജന്റ് എന്ന് പറയുന്ന ബ്ലോഗറെ തേച്ചൊട്ടിച്ച സംവിധായകനില്ലെന്നും ഇന്ന് അഖിൽ മാരാർ ഫാൻസ് മീറ്റപ്പിൽ എത്തി നിൽക്കുമ്പോൾ സായിക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യത്തെ ഒരു 20 ദിവസത്തിൽ ഞാൻ വിചാരിച്ച പേഴ്സണലി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തല്ലും, ഇല്ലെങ്കിൽ അതെ ഭാര്യ അവിടെ പ്രാർത്ഥനയായിരുന്നെന്ന് തോന്നുന്നു, ഇങ്ങനെ ആരെയും തല്ലരുതേ എന്ന്. ഞാൻ സീരിയസ് ആയിട്ട് വിചാരിച്ചേ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തല്ലി എന്തെങ്കിലും പ്രോപ്പർട്ടി പൊട്ടിച്ച് ഇറങ്ങി പോരും, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 20 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങേരിക്കുള്ള കപ്പാന്നുള്ളത്. അന്ന് ഉറപ്പിച്ചിരുന്നോ? കാരണം വേറെ ഞാൻ അങ്ങനെ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ട് ആരും നോട്ടീസ് ചെയ്തില്ല. പിന്നെ എനിക്ക് തോന്നിയത് ലൈക്ക് റിനോഷാണ്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ജുനൈസ് ആണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ജുനൈസിന് വേണ്ടി ഇവൻ വോട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. അഖിൽ മാരാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിരുന്നോ? പരമാവധി ദ്രോഹിച്ചു. അല്ല, എനിക്ക് അതിനകത്ത് എന്താണെങ്കിലും വീഡിയോ ഇട്ടോണ്ട് 50 തൊട്ട് അധികം കിട്ടിയത്. എന്നോട് ചെയ്ത ഏറ്റവും വലിയ സ്നേഹം എന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നു. നമ്മളറിയില്ലേ, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് സീരിയസ്ലി ഇങ്ങനെ ഉണ്ട് കേട്ടോ, തമാശയില്ല, കാര്യം പറഞ്ഞതാണ്. അല്ല, ഇങ്ങനെ ആ ഷോ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും. അതായത് ഒരു ഹെയ്റ്റ് തോന്നുന്നുണ്ട് ഒരാൾക്ക്.